ഹലോ, അച്ചു സാലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഡാൻസ് ജേണി വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുറേ പേഴ്സണൽ കാര്യങ്ങളും സാഹചര്യം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ചിലങ്ക എനിക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നു. അല്ലെങ്കിൽ എന്താണ് ഫോഴ്സ്ഫുള്ളി അത് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ 2025 എനിക്കത് വാശിയായിരുന്നു, അത് തിരിച്ച് തന്നെ എനിക്ക് പിടിക്കണമെന്ന്. അത് ഫസ്റ്റ് എൻ്റെ പ്രോഗ്രാം തുടക്കം കുറിച്ചത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലാണ്. അവിടുത്തെ ഉത്സവത്തിൻ്റെ സമയത്തായിരുന്നു എൻ്റെ ആദ്യത്തെ അവിടുത്തെ പ്രോഗ്രാം. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കാരണം കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു ക്ഷേത്രവും അവിടുത്തെ ആറ്റുകാൽ ദേവി എന്ന് പറഞ്ഞാൽ എൻ്റെ അത്രയ്ക്ക് ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് 2 മണിക്ക് ഏകദേശം രാത്രി 2 മണിക്ക് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും ജ്യൂസൊക്കെ കുടിച്ചും കയറിയാണ്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഡാൻസ് ട്രൂപ്പിൻ്റെ പേരാണ് ലാസ്യ നടനം. ഒരു സിംഗിൾ ജേണിയാണെന്ന് പറയാം. എനിക്കൊരു ഭയങ്കര ഒരു പാഷനാണ്. എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വികാരമാണ്. ഇതിപ്പോൾ ആ ബാനറൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി സെറ്റ് ചെയ്യണ എൻ്റെ ഒരു വീഡിയോ ആണ്. പിന്നെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ തലേന്ന് ട്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, അതിൻ്റെ കാര്യങ്ങളാണ് എല്ലാം അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വയ്ക്കുകയാണ്. അപ്പം അങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് ഇതിൽ ഒരു എന്തു പറയണം, ഒരു ഭയങ്കര വല്ലാത്തൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടത്. ഇത് ഞാൻ അമ്പലത്തിൽ പോയി ഒരു ഉച്ച സമയപ്പോൾ ആ ബാനറൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് ഇതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സ് ഭയങ്കര വല്ലാത്തൊരു സന്തോഷം കിട്ടുന്നുണ്ട്. കാരണം വല്ലാത്തൊരു ഫീലാണ്. കാരണം ട്രൂപ്പിന് ഡാൻസ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു, നല്ല തീം വെച്ച് സെറ്റ് ചെയ്തു, നല്ല ഡാൻസ് പ്രോഗ്രാമൊക്കെ ആയിരുന്നു. പിന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇതെൻ്റെ മേക്കപ്പ് മാനാണ്, ഉണ്ണികൃഷ്ണൻ സാറാണ്. എനിക്ക് സാറിൻ്റെ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിടയിൽ ആയുവൊക്കെ വന്ന് കുറച്ച് ഇത് കളിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെയാണ് സാറ്. പിന്നെ അത് കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ മേക്കപ്പൊക്കെ ചെയ്തു. പിന്നെ നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിക്കാൻ പറ്റി. ഇത് ഫസ്റ്റ് എൻ്റെ പ്രോഗ്രാം ഇവിടെ കുന്നമഠത്തിൽ നട ദേവീക്ഷേത്രത്തിലായിരുന്നു. അവിടെ നന്നായിട്ട് തന്നെ പ്രോഗ്രാം ഞാൻ ചെയ്യാൻ പറ്റി. പിന്നെ എന്താ പറയുക, ഭയങ്കര വലിയൊരു പ്രോസസ്സ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു തീം എൻ്റെ ഇതിൽ ഒതുക്കുക. പിന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യം കൊറിയോഗ്രഫി ചെയ്തിട്ട് ഇവരെയൊക്കെ അതുപോലെ പഠിപ്പിച്ചെടുക്കണം. ആ ഒരു കോർഡിനേഷൻ സെറ്റ് ചെയ്യണം. മാസങ്ങളോളം തുടങ്ങിയ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എൻ്റെ കഷ്ടപ്പാട് തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എൻ്റെ ഇത് ഓരോ പാട്ട് സെറ്റ് ചെയ്യുന്നതും എഡിറ്റിങ്ങും കാര്യങ്ങളും ബാനർ അങ്ങനെ. ഇതെൻ്റെ രണ്ടാമത്തെ പ്രോഗ്രാമാണ്. രണ്ടാമത് ഭാരത് ഭവനിൽ വെച്ചിട്ടാണ് എനിക്ക് പ്രോഗ്രാം കിട്ടിയത്. വേറെയും കുട്ടികളൊക്കെ ഉണ്ട്. ഇതെൻ്റെ സിംഗിളാണ്, ട്രൂപ്പല്ല. പിന്നെ ഞാൻ പറയട്ടെ, ഈ പ്രോഗ്രാമിനൊന്നും എനിക്കൊരു 10 പൈസ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അതിലൊന്നും അല്ല എനിക്ക് കാര്യം. എനിക്ക് എൻ്റെ ആ പാഷൻ, എനിക്ക് ഈ 25-ൽ കുറേ വേദികളിൽ കളിക്കണം, എൻ്റേതായ കുറേ ഇത് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ ചെയ്തതാണ്. അല്ലാതെ എനിക്ക് റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. ഇത് ഭാരത് ഭവനിൽ ഓരോ ആൾക്കാരുടെ പേരൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ഈ മേക്കപ്പ് അഴിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. നല്ല പ്രോസസ്സ്, ഒരു 1 hour 2 hour പ്രോസസ്സുണ്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ എനിക്ക് അടുത്ത പ്രോഗ്രാം എൻ്റെ നാട്ടിൽ തന്നെയായിരുന്നു, കാട്ടാക്കട തന്നെയായിരുന്നു. അവിടെയും നല്ല രീതിയിൽ തന്നെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനും എൻ്റെ ട്രൂപ്പും നന്നായിട്ട് രീതിയിൽ കളിച്ചു. നല്ല പെർഫോമൻസ് ആണെന്ന് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പം എല്ലാവരുടെയും ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ എനിക്ക് വളരെയധികം ഒരു സന്തോഷമാണ് തോന്നണം. എല്ലാവരും പറഞ്ഞു അർച്ചന എന്ന് പറയുന്ന വ്യക്തി തിരിച്ചു വന്നു, ഡാൻസർ അർച്ചന തിരിച്ചു വന്നു എന്ന് പലരും പറഞ്ഞപ്പം ഭയങ്കര ഒരു ഒരു സന്തോഷം തോന്നി. കാരണം എല്ലാവരും പ്രതീക്ഷിച്ചു കുറേ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നതല്ലേ, അപ്പം കുറേയേറെ ഡ്രോബാക്സ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതെൻ്റെ ഹാർഡ് വർക്കിൽ നിന്നാണ്. ഞാൻ വീണ്ടും അത്രത്തോളം പ്രാക്ടീസ്, ഞാൻ കൊറിയോഗ്രഫി ചെയ്തു, അവരെ പഠിപ്പിച്ചെടുക്കുന്ന ബാക്കിയെല്ലാം ഒരു ട്രൂപ്പ് എന്ന് പറയുന്ന ചെറിയ കാര്യമല്ലല്ലോ, നമ്മൾ അത്രയും സെറ്റ് ചെയ്തിട്ട് എടുക്കുന്ന കാര്യമല്ലേ. നമ്മൾ ബാനർ, ഒറ്റയ്ക്കുള്ള ഓട്ടം, എല്ലാം എല്ലാ ഡ്രസ്സും റെൻ്റാണ് കേട്ടോ. റെൻ്റ് എടുത്തിട്ടാണ് കാര്യങ്ങൾ, ഓർണമെൻറ്റ്സ് ആണെങ്കിൽ എല്ലാം റെൻറ്റിൽ നിന്നാണ് എടുത്തത്. എല്ലാ കാര്യങ്ങളും
ഇതിൽ ഒരു ഇതല്ല, പക്ഷേ ഇതൊക്കെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു പ്രതിഫലമായിട്ട് എല്ലാവരുടെ വക എല്ലാ അമ്പലങ്ങളിലും ദൈവത്തിന് തന്നെ ഞാൻ കൊടുക്കുന്ന ഒരു നേർച്ചയായിട്ട് എനിക്ക് തോന്നി. സീരിയസ് ആയിട്ട് അതിലൊരു ഭയങ്കര എനിക്കൊരു സന്തോഷം. അത്ര സന്തോഷം കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചേട്ടാ. കുറേ അത്യാവശ്യം ഒരു 5-6ഓളം സ്റ്റേജുകളിൽ ഞാൻ ഉത്സവം പ്രമാണിച്ച് എല്ലാ അമ്പലങ്ങളിലും ഞാൻ കളിച്ചു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ ഡാൻസ് പേഴ്സണലി എല്ലായിടത്തും ഒരു ഭയങ്കര റീച്ച് കിട്ടിയ ഒരു ഡാൻസാണ് കേട്ടോ. പിന്നെ എൻ്റെ ട്രൂപ്പിൻ്റെ ഡാൻസ് 2 അമ്പലങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും ഞാൻ സിംഗിളും ആയിട്ട് കളിച്ചതാണ്. വേറെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിച്ചതാണ് വേറെ അമ്പലങ്ങളിലായിട്ട്. പക്ഷേ എനിക്ക് അതും എൻ്റെ ഒരു ഡാൻസ് കരിയറിൽ നല്ല ഒരു ഇതായിട്ട് തുടക്കമായിട്ട് എനിക്ക് തോന്നി. ഇതെൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഗോപുവിൻ്റെ നാട്ടിലെ അമ്പലത്തിൽ അവൾ പറഞ്ഞ പ്രകാരം അവളെ ക്ഷേത്രത്തിൽ കളിക്കാൻ പോയതാണ് കേട്ടോ. അതൊരു നേർച്ചയായിട്ട് തന്നെ. പിന്നെ ഇവിടെ ഒന്ന് ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഔട്ട്ഫിറ്റൊന്ന് ഞാൻ വേറെ ഒരു ശിവസ്തുതി എന്ന രീതിയിൽ ഒരു ഔട്ട്ഫിറ്റൊക്കെ കൊടുത്ത് ചെയ്തതാണ് കേട്ടോ. പേഴ്സണലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എന്താണ് മേക്കപ്പും കാര്യങ്ങളുമാണ്. നല്ല നല്ല സ്റ്റിൽസും കാര്യങ്ങളും കണ്ട് ഇതൊക്കെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലാവും. പിന്നെ ഈ ക്ഷേത്രത്തിൽ കളിക്കാൻ നമുക്ക് ഗോപിക അല്ലാതെ കൂടെ ഒരു ദേവി ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയും ഡാൻസറാണ്. നല്ല അത്യാവശ്യം നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. പിന്നെ പറഞ്ഞല്ലോ ഞാൻ ഇതിലൊന്നും എനിക്കൊരു പൈസയോ വേറെ കാര്യങ്ങളോ ട്രൂപ്പ് കൊണ്ടുപോയാലോ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. കുറേ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായെങ്കിലും അതിൽ സന്തോഷമേ ഉള്ളൂ. എനിക്കൊരു ബേസ് കിട്ടിയല്ലോ, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയതുപോലെയാണ് ഓരോരുത്തരും വന്ന് കൊള്ളാമെന്ന് പറയുന്നതും. എൻ്റെ ഒരു ഇത് എനിക്ക് സ്റ്റേജുകളിൽ കയറണമെന്ന് വിചാരിച്ചത് അത് ഞാൻ നേടി. അതെനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ ഡാൻസ് ജേണിയിലെ കാര്യങ്ങൾ ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ പല അമ്പലങ്ങളിലും എനിക്ക് അംഗീകാരം പോലെ ഒരു ട്രോഫിയും പ്രൈസ് പോലെ എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് എല്ലാവരുടെ എല്ലാ ക്ഷേത്ര ആൾക്കാരുടെ അടുത്തും ഒരു നന്ദിയും കൂടെ പറയാനുണ്ട്. എല്ലാവർക്കും എന്നെ വിളിച്ചതിലും എന്നെ കളിക്കാൻ എനിക്ക് ഒരു സ്റ്റേജ് തന്നതിലും എല്ലാവർക്കും ഞാനൊരു ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.